കഴിഞ്ഞ ദിവസം എൻ്റെ കസിൻ ഓടി വന്ന് പറഞ്ഞു ഞാൻ 50,000 രൂപ വെച്ച് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റിംഗ് എന്നൂടെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിലാണ് നീ ഇൻവെസ്റ്റ് ചെയ്തത്? ഇക്വിറ്റിയിലാണോ, ഡെറ്റിലാണോ, എത്ര നാളാണ് നീ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിക്കുക, ഈ ഇക്വിറ്റി എന്ന് പറയുന്നതും ഡെറ്റ് എന്ന് പറയുന്നതൊക്കെ ഒന്നല്ലേ, ഇത് തമ്മിലിപ്പോൾ എന്താ വ്യത്യാസം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്, ഇതിനെല്ലാം വേറെ വേറെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നും ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കാര്യങ്ങളെ പറ്റി കുറേ പേർക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടെന്ന്. നമുക്ക് ഈ വീഡിയോയിലൂടെ ഇക്വിറ്റി എന്താണെന്ന്, ഡെറ്റ് എന്താണെന്നും അതേപോലെ തന്നെ എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് എന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു എൻട്രി ഫിൻ അക്കാഡമി. ദിസ് ഇസ് എലിസബത്ത്. ആദ്യം തന്നെ നമുക്ക് കൂട്ടത്തിലെ കൊമ്പനിൽ നിന്ന് തുടങ്ങാമെന്ന് പറയില്ലേ, അതായത് ഇക്വിറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് ഇക്വിറ്റി എന്ന് നമുക്ക് വളരെയധികം നന്നായിട്ട് മനസ്സിലാക്കാം. ഈ ഒരു പേര് കേൾക്കുമ്പോൾ ഇക്വിറ്റി ആ ഒരു പേരിൽ തന്നെയുണ്ട്, ഒരു ഈക്വൽ റൈറ്റ്സ് എന്നൊക്കെ പറയില്ലേ, അതാണ് ബേസിക്കലി ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങുന്ന സമയത്ത്, ഒരു ഷെയറിൽ നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളവരുടെ ഒരു ഇക്വിറ്റി, നമ്മളൊരു പർച്ചേസ് ചെയ്യാണ്, സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഏറ്റവും ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഓണർഷിപ്പ് എന്നാണ്. ഓക്കെ, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഓണർഷിപ്പ് എന്നാണ്. ഞാനൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പാർട്ട് ഓണർ ആകുകയാണ്. അതായത് ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങി, ഇപ്പോൾ നമ്മളിതിന് പാർട്ട്നേഴ്സിനൊക്കെ വിളിക്കില്ലേ, അതുപോലെ തന്നെ ഞാനൊരു സ്റ്റോക്ക് വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു പാർട്ട് ഓണർ ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഈക്വൽ റൈറ്റ്സ് ഒക്കെ നമുക്കുണ്ട്. അതായത് നമുക്കൊരു പാർട്ട്ണർ ആകുകയാണ്, പാർട്ട്ണർ എന്ന് കരുതണ്ട, ഒരു ഓണർഷിപ്പാണ് നമുക്കിവിടെ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ഒരു ഗുണവും ദോഷവും നമുക്ക് നോക്കാം. നമ്മളിതിൻ്റെ ഓണർഷിപ്പാണല്ലോ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ടാറ്റ മോട്ടോഴ്സ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിയെന്ന് വിചാരിക്കുക. ഈ ഷെയർ ഇങ്ങനെ മുകളിലോട്ട് പോയി, അതായത് നല്ല രീതിയിൽ മാർക്കറ്റൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് നല്ലപോലെ മുകളിലോട്ട് പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും. ഇനി മറിച്ചാണെങ്കിലോ, ഇതിൻ്റെ ഒരു പ്രശ്നം അതാണ്, ഇനി മറിച്ചാണെങ്കിലോ കമ്പനി നമ്മൾ വിചാരിച്ചത്ര നല്ല രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോയില്ല. ആ സമയം നമുക്ക് എന്ത് വരും, ലോസും വരും. നമ്മളിതിൻ്റെ ഒരു പാർട്ട് ഓണറാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ലാഭവും ഉണ്ടാവും, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമുക്കിവിടെ നഷ്ടവും വരുന്നതാണ്. ഇപ്പോൾ ഇക്വിറ്റി എന്താണെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ. ഇനി നമുക്കൊരു ഉദാഹരണം നോക്കാം. നമുക്ക് നമ്മുടെ മലയാളം സിനിമേനെ തന്നെ അങ്ങോട്ട് എടുക്കാം. അതായത് ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൊഡ്യൂസേഴ്സിനെ കൂടെ തന്നെ ഒരു 5 കോടി രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ മാത്രമല്ല, പല പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അതിൽ ഒരാൾ ഞാനാണ്. ഇനി ഈ പടം നന്നായിട്ട് വിജയിച്ചു എന്ന് വിചാരിക്കുക. ഈ പടം വിജയിക്കുന്ന സമയത്ത് എനിക്ക് നല്ല ലാഭമുണ്ടാകും. ചിലപ്പോൾ ഈ 5 കോടി ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടാൻ പോകുന്ന ലാഭം ചിലപ്പോൾ 2 കോടി ഇതിൽ നിന്ന് ലാഭം തന്നെ കിട്ടിയെന്ന് വരും, ചിലപ്പോൾ 5 കോടി ലാഭം കിട്ടിയെന്ന് വരും. ഇനി മറിച്ച് ഈ പടം നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ലെങ്കിലോ, എനിക്ക് ചിലപ്പോൾ ഈ പറയുന്ന 5 കോടി നഷ്ടം വരുന്നതായിരിക്കും. നമ്മളിവിടെ സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നല്ല കഥയും നല്ല രീതിയിലുള്ള ഡയറക്ടേഴ്സിനെയൊക്കെ വെച്ച് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് വിജയിക്കാനുള്ള സാധ്യത നല്ല കൂടുതലായിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു ഷെയറും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല ഷെയർ ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിലൊന്ന് റിസർച്ച് നടത്തുക എന്ന് പറയും. അങ്ങനെ റിസർച്ച് നടത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ഷെയറിലും കാര്യത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ലാഭത്തിനുള്ള സാധ്യതയായിരിക്കും നമുക്ക് കൂടുതലായിട്ട് വരിക. ഇനി നമുക്ക് നേരെ സ്റ്റോക്കിൻ്റെ കാര്യത്തിലോട്ട് പോകാം. ഞാനൊരു ഉദാഹരണം വെച്ച് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മൾ റിലയൻസിൻ്റെ ഷെയർ വാങ്ങിയെന്ന് വിചാരിക്കുക. ഏകദേശം 2,000-2,500 രൂപ, 2,500 രൂപയ്ക്കാണ് ഞാൻ ഈ ഷെയർ വാങ്ങിയത് എന്ന് വിചാരിക്കാം. ഇനി ഈ റിലയൻസ് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഇപ്പോൾ നല്ല എക്സ്പാൻഷൻ പ്രൊജക്റ്റൊക്കെ നടത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ ചിലപ്പോൾ ഈ 2,500 എന്ന് പറയുന്നത് കയറി ചിലപ്പോൾ 2,700 ആകും, 3,000 ആകും. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു കയറ്റമായിരിക്കും എനിക്കിവിടെ ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ നേരെ വിപരീതം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല, അതായത് ഇവരുടെ എക്സ്പാൻഷൻ പ്രൊജക്റ്റ് അത്രയും നന്നായിട്ട് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിൻ്റെ വില കുറയുകയായിരിക്കും ചെയ്യുന്നത്. അതായത് ഈ 2,500 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ചിലപ്പോൾ 2,300 ആകാം, 2,200 ആകും. ഇതാണ് ഇക്വിറ്റിയുടെ ഒരു ഗുണവും ദോഷവും. അതായത് നമ്മൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും മികച്ച ലാഭം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഇക്വിറ്റിയിൽ. പക്ഷേ ആ കമ്പനിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ അതും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ? ലോങ് ടേമിൽ നല്ല രീതിയിൽ നമ്മൾ അതിനെപ്പറ്റി പഠിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല റിട്ടേൺസ് നമുക്ക് ലഭിക്കുന്നത് ഇക്വിറ്റിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മോശമാണെന്നല്ല, നല്ലതാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം,
പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. നമ്മൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന കുറച്ച് ഗുണങ്ങൾ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പൈസ ഇവിടെ വളരുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ 100 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുകയാണ്. നമുക്കൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ HDFC ബാങ്കിൻ്റെ സ്റ്റോക്കാണ് വാങ്ങുന്നതെന്ന് വിചാരിക്കുക. അതിനിപ്പോൾ 100 രൂപയുള്ളതെന്ന് വിചാരിക്കാം. 100 രൂപയല്ല കേട്ടോ ഇതിൻ്റെ വില, ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. 100 രൂപയുള്ളതെന്ന് വിചാരിക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ല രീതിയിലുള്ള കുറച്ച് മാർക്കറ്റിൽ നല്ല രീതിയിൽ വർക്കായി, ഇവർക്ക് കുറേ ലോണുകളും കാര്യങ്ങളൊക്കെ സാങ്ഷനായി നല്ല പെർഫോം ചെയ്യുന്ന ഒരു ബാങ്കാണ് HDFC ബാങ്ക്. ഞാനിവിടെ 100 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പതിയെ കയറി 150 രൂപയിൽ എത്തി നിൽക്കുകയാണ്. അതായത് എനിക്കിവിടെ 50 രൂപയുടെ ലാഭമാണ് കിട്ടിയത്. അതായത് 50% എനിക്ക് എന്താണ് ലാഭമാണ് ഇവിടെ ലഭിച്ചത്. ഇത് ഒന്നാമത്തെ നമ്മളുടെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് ഡിവിഡൻഡ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താ ഈ പറയുന്നത്, ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നായിരുന്നു. അപ്പോൾ ഡിവിഡൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു കമ്പനി, ഈ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, നല്ല പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, നല്ല ലാഭം ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇങ്ങനെ ലാഭം ഉണ്ടാക്കുന്ന കമ്പനികൾ എന്ത് ചെയ്യാണ്, ഷെയർ ഹോൾഡേഴ്സ്, നമ്മളാണ് ഷെയർ ഹോൾഡേഴ്സ്, നമ്മൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഇതിൻ്റെ ഈ ലാഭവീതം എന്ത് ചെയ്യാം, വീതം വെച്ച് തരാം എന്ന് വിചാരിക്കുകയാണ്. ഈ വീതത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്. എല്ലാ കമ്പനീസും ഈ ഡിവിഡൻഡ് തരണം നിർബന്ധമുണ്ടോ? ഇല്ല, അത് അവരുടെ ഇഷ്ടമാണ്. അങ്ങനെ എല്ലാ കമ്പനീസും ഡിവിഡൻഡ് തരുന്നുമില്ല, നമ്മൾക്ക് പോയി ചോദിക്കാനും പറ്റത്തില്ല. അപ്പോൾ മനസ്സിലാക്കാം, ഡിവിഡൻഡ് തരുന്ന കമ്പനീസ് ഉണ്ട്. നമുക്ക് ഈ ഡിവിഡൻഡ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കമ്പനീസിൽ മാത്രം പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഡിവിഡൻഡ് കിട്ടും എന്നുള്ള ഒരൊറ്റ പേരിൽ പോയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യരുത്. എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത്തെ ആളെ പരിചയപ്പെടാം. ഡെറ്റ്. എന്താണ് ഈ ഡെറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നുമില്ല, ഡെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വിറ്റിയുടെ നേരെ എന്താണ്, വിപരീതമാണ്. അതായത് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കിയത്, ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു ഓണർഷിപ്പ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഡെറ്റ് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. നമ്മൾ ഡെറ്റ് എന്ന് പറയുമ്പോൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്, അതായത് നമ്മൾ കടം കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുകൂടെ മനസ്സിലാക്കിയേ, ഡെറ്റ് എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു മുതലാളിയല്ല, ഓണറല്ല, മറിച്ച് നമ്മളൊരു ലെൻഡറാണ്, അതായത് കടം കൊടുക്കുന്ന ആളാണ് നമ്മളിവിടെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മൂവിയുടെ എക്സാമ്പിൾ ഇല്ലേ, അതായത് നേരത്തെ ഞാൻ ഒരു സിനിമയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം. 50 ലക്ഷം രൂപ ഞാൻ ഒരാൾക്ക് കടം കൊടുക്കുക, അതായത് ഒരു മൂവി പ്രൊഡ്യൂസറിന് കടം കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട് 50 ലക്ഷവും പ്ലസ് ഞാനൊരു 5 ലക്ഷം കൂടെ തരും, അതായത് മൊത്തം 55 ലക്ഷമായിരിക്കും എനിക്ക് തിരികെ തരുന്നത് എന്ന് പറയുന്നു. അതായത് സിനിമ എത്രത്തോളം ലാഭം ഉണ്ടാക്കിയാലും എനിക്ക് 55 ലക്ഷമേ കിട്ടുള്ളൂ. ഇനി സിനിമ നഷ്ടത്തിൽ പോയാൽ പോലും ആ പ്രൊഡ്യൂസറെ എനിക്ക് എന്ത് തരണം, ഈ 50 ലക്ഷവും ഈ 5 ലക്ഷവും പറഞ്ഞിരിക്കുന്ന ഈ 50ഉം 5ഉം എനിക്ക് തന്നേ പറ്റുള്ളൂ. ആ പ്രൊഡ്യൂസറിന് അതിനുള്ള ആസ്തി ഉണ്ടെങ്കിൽ അതെനിക്ക് തിരിച്ച് തന്നേ പറ്റുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഒരു നിയമം എന്ന് പറയുന്നത്. അതായത് സിനിമ എത്ര നന്നായിട്ട് വിജയിച്ചാൽ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്ന തുക എത്രയാ, ആ 50ഉം പ്ലസ് ആദ്യം പറഞ്ഞ ആ 5 ലക്ഷവും മാത്രമാണ്. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടാവും എത്ര എമൗണ്ട് ആണ് തരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ആദ്യം തന്നെ ഒരു തീരുമാനമായിട്ടുണ്ടാവും. ഇപ്പൊ എല്ലാവർക്കും ഡെറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കടം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കടം കൊടുക്കുന്നതിന് നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടുന്നുണ്ടോ? അതെ, നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്, ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, ഇത്ര % ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾ ഈ കടം കൊടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. അതായത് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക്കലി നമ്മൾ കടം കൊടുക്കുകയാണ് ചെയ്യുന്നത്. കടം കൊടുക്കുന്നതിന് നമുക്ക് എന്ത് കിട്ടും, അതിന് ഒരു നേരത്തെ പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റ്, അതായത് പലിശ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഡെറ്റ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. അതായത് നമ്മളൊരു 10 ലക്ഷം രൂപ കൊണ്ട് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ബാങ്ക് നമുക്ക് എത്ര പലിശ തരുമായിരിക്കും, നമുക്കൊരു 7% നമുക്ക് എന്ത് ചെയ്യാണ്, പലിശ തരാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് അതിൽ കൊണ്ട് ഫിക്സ്ഡ് ഇടുന്നത്. ഇനി ബാങ്ക് എന്ത് ചെയ്യും, ബാങ്ക് ഈ പലിശ എടുത്തിട്ട്, അതായത് നമ്മുടെ ഈ 10 ലക്ഷം രൂപ എടുത്തിട്ട് ലോണായിട്ട് കൊടുക്കും. ലോണായിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ചിലപ്പോൾ 12% എന്ത് കിട്ടുന്നത്, റിട്ടേൺസ് അവർക്ക് കിട്ടുക. അല്ല, അവരുടെ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് ഓൾറെഡി 7 തരുന്നുണ്ട്, അവർ കൊടുക്കുന്ന 12%. അതായത് ഏകദേശം 5% അവരുടെ ലാഭവീതം എന്ന് പറയുന്നത്. നമുക്കിനി ഡെറ്റിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യത്തെ തന്നെ നമ്മൾ ബാങ്കിൽ FD ഒക്കെ എടുത്തില്ലേ. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് ബോൺസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കടം കൊടുക്കുന്നത്, നമ്മൾ കമ്പനീസിനും ഗവൺമെൻറ്റിനും കടം കൊടുക്കുന്ന ഒരു കാര്യമാണ് ബോൺസ് എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്കൊരു നല്ല വീഡിയോ ചെയ്യാം.
കുറച്ചുകൂടെ സേഫ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് PPF എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. കൂടാതെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് ടൈപ്സ് ഓഫ് ഡെറ്റ്സിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ പേടിയാണ്. അതായത് വേണ്ട, എനിക്ക് സ്റ്റോക്സിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട, എനിക്കെന്താ ഒരു മോഡറേറ്റ് റിട്ടേൺ എന്ന് പറയത്തില്ലേ, അതായത് വലിയ റിട്ടേൺ വേണ്ട, ചെറിയ റിട്ടേൺ വേണ്ട, അതേപോലെ ഒരു മോഡറേറ്റ് റിട്ടേൺ എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഡെറ്റ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. നമുക്ക് ഏജ് കൂടുന്നതനുസരിച്ച് കുറച്ചുകൂടെ നമുക്ക് എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഈ ഡെറ്റ്സിലോട്ടായിരിക്കണം നമ്മൾ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മളിപ്പോൾ എന്താണ് റിസ്ക് എടുക്കുന്ന കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡെറ്റിലോട്ട് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂട്ടേണ്ടി വരിക. ഇനി നമുക്ക് വേറെ തന്നെ ഒരാളെ പരിചയപ്പെടാം, മ്യൂച്വൽ ഫണ്ട്സ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഞാൻ ഇന്ന മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഞാൻ ആ മ്യൂച്വൽ ഫണ്ട് വാങ്ങിയിട്ടുണ്ട്, ഞാൻ അതിൽ കുറേ നാളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് ആ മ്യൂച്വൽ ഫണ്ട് ഇത്രത്തോളം റിട്ടേൺസ് തന്നിട്ടുണ്ട്, ഇങ്ങനെ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ശരിക്കും എന്താണ് ഈ മ്യൂച്വൽ ഫണ്ട്സ്? കൺഫ്യൂസ്ഡ് ആണോ? ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനും എനിക്ക് 50 കൂട്ടുകാരുമുണ്ടെന്ന് വിചാരിക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അറിയത്തില്ല. ഞങ്ങളുടെ ഒരാളുടെ കയ്യിൽ 500 രൂപയുണ്ട്, ഒരാളുടെ കയ്യിൽ 50,000 രൂപയുണ്ട്, ഒരാളുടെ കയ്യിൽ 5,000 രൂപയുണ്ട്, പലരുടെയും കയ്യിൽ പല പല തുകകളാണുള്ളത്. അപ്പോൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? ഈ ഒരു പൈസനെ എല്ലാം കൂടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? ആര് ഇൻവെസ്റ്റ് ചെയ്യും? ആര് പറഞ്ഞു തരും? ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷനിൽ ഞങ്ങൾ നിൽക്കുക. അപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്തു, ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളെ അങ്ങ് കണ്ടെത്തി. അയാളോട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ഇത്രയും പേരുണ്ട്, ഞങ്ങളുടെ പൈസ ഇങ്ങനെ കറക്റ്റായിട്ട് എല്ലാം എഴുതി വെച്ചിട്ട് ഞങ്ങൾ പൈസ തുക അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിനെ പ്രോപ്പറായിട്ട് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് ഇത്രയും റിസ്ക് എടുക്കാനൊക്കെയാണ് പറ്റുന്നത്, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു, ഈ പൈസേനെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? അയാൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കൂടുതൽ നന്നായിട്ട് പഠിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്തു? ഇതിനെ പ്രോപ്പറായിട്ടുള്ള ഓരോരുത്തരുടെ റിസ്ക് അനുസരിച്ച് പ്രോപ്പറായിട്ട് ഓരോ സ്ഥലത്തിലോട്ടോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട്സ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. കുറച്ച് കൺഫ്യൂഷനായില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഞാനും എന്നെപ്പോലെ ഒരു 100 പേരുണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 10,000 പേരുണ്ട് എന്ന് വിചാരിക്കും. ഇപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, ഇത്രയും ആൾക്കാരുണ്ട് എന്ന് വിചാരിക്കാം. എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ? അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ പൈസ എടുത്തിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും പേരുടെ പൈസ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറയാം ഒരു കോടി രൂപയുണ്ടെന്ന് വിചാരിക്കാം. 10, 500, 1000, 2000, 3000 പേരുണ്ടെന്ന് വിചാരിക്കാം. മൊത്തത്തിൽ നമുക്ക് എത്രയോ ഒരു കോടി രൂപയോളം എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? എല്ലാവരുടെയും പൈസ ഒന്നിച്ചാക്കി, പൂളിംഗ് ഓഫ് മണി എന്ന് പറയും. എല്ലാവരുടെയും പൈസ എന്ത് ചെയ്തു? ഒരുമിച്ചാക്കി. ഇനി എന്ത് ചെയ്തു? ഈ പൈസേനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഈ പൈസനെ ഒരാൾ എന്ത് ചെയ്യാണ്? എടുത്തിട്ട് പ്രോപ്പറായിട്ട് വേണ്ട സ്ഥലത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ റിസ്ക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ച് വേണ്ട സ്ഥലത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ പേരാണ് ഫണ്ട് മാനേജർ. അതായത് നമ്മളുടെ പൈസേനെ നിയന്ത്രിക്കുന്ന, നമ്മുടെ പൈസേനെ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആളുടെ പേരാണ് ഫണ്ട് മാനേജർ എന്ന് പറയുന്നത്. നമ്മൾക്കിപ്പോൾ ഒരുപാട് റിസ്ക് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അയാൾ എവിടെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക? ഇതുപോലെ ഡെറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. നമുക്ക് റിസ്ക് എടുക്കാൻ കുഴപ്പമില്ല, നല്ല റിട്ടേൺസ് കിട്ടണം എന്നുള്ളതാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഇക്വിറ്റിയിലായിരിക്കും കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ പൈസ പൂൾ ചെയ്യുന്നു, അതായത് നമ്മുടെ എല്ലാവരുടെയും പൈസ ഒന്നിച്ചാക്കുന്നു. ആ പൈസേനെ ഒരു ഫണ്ട് മാനേജർ എന്താണ് ചെയ്യുന്നത്? ഫണ്ട് മാനേജർ പല പല ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറീസിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഫണ്ടുകൾ ഗ്രോ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ലാഭം ഉണ്ടാകുകയും അതേപോലെ തന്നെ ആ ഫണ്ടുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമുണ്ടാകുകയും ചെയ്യും. ഇതാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഈ മ്യൂച്വൽ ഫണ്ട്സിന് തന്നെ ഒരുപാട് സബ് കാറ്റഗറീസ് ഉണ്ട്. അതായത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്, ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്, ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ എന്താണ് സൊല്യൂഷൻ ബേസ്ഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാണ്? ഫണ്ട് മാനേജർ ഓരോ കാറ്റഗറീസിലോട്ട് നമ്മൾ നോക്കി അങ്ങനെയാണ് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇക്വിറ്റി എന്താണെന്ന് മനസ്സിലായില്ലേ? ഡെറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ത്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡെറ്റിലും ഇക്വിറ്റിയിലും ഒന്നിച്ച് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡെറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിനെപ്പറ്റി എഗെയിൻ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഒരുപാട് എഡ്യൂക്കേഷണൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബൈ ഫോർ ടുഡേ.